ലക്ഷറി മീറ്റ്സ് നേച്ചർ. മലയാള മനോരമ ഹലോ അഡ്രസ് ഇന്ന് കോട്ടയം ജില്ലയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിന്റെ വശ്യസുന്ദരമായ പശ്ചാത്തലത്തിൽ 3 acres ഓഫ് ലാൻഡിലായാണ് ഈ പ്രോപ്പർട്ടി. ആൻഡ് ദിസ് ഈസ് കേനൽസ് റിട്രീറ്റ് മാവടി എസ്റ്റേറ്റ് adjacent to Vanilla County, a homestay of international class. ലൊക്കേഷൻ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്യാം. ഈരാറ്റുപേട്ട വാഗമൺ റോഡ്, ദാറ്റ് ഈസ് NH14 ടീക്കോയിൽ നിന്ന് 7 കിലോമീറ്റർ മാറുമ്പോഴാണ് ഈ പ്രൈം പ്രോപ്പർട്ടി. ഇവിടെ നിന്ന് ജസ്റ്റ് 12 കിലോമീറ്റേഴ്സ് ടു വാഗമൺ. ദിസ് ഈസ് ദ എൻട്രി പോയിന്റ്. ലൊക്കേഷൻ ഈസ് സ്ട്രാറ്റജിക്. വെറുതെ ഒരു 3 ഏക്കർ തരിശു നിലമല്ല, വളരെ വിഷണറി ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ കാണുന്നത് പോലെ തന്നെ ലഷ് ഗ്രീനറി, സീവൻ ആംബിയൻസ് ആൻഡ് അൺപൊല്യൂട്ടഡ് കൺട്രി സൈഡ്. സിംപ്ലി ഓൾ ദീസ് മേക്സ് ദിസ് പ്രോപ്പർട്ടി യുണീക് ആൻഡ് ബിയോണ്ട് വേർഡ്സ്. നമ്മുടെ എൻട്രൻസിൽ ലെഫ്റ്റ് വിങ്ങിലായി സെർട്ടൻ റൂംസ് ഉണ്ട്. ഇത് എസ്റ്റേറ്റ് റിലേറ്റ് ചെയ്ത ഒരു ഓഫീസ്, ക്യൂറിംഗ് റൂം, അതുപോലെ സ്റ്റോർ റൂം. ഇത് ഡ്രൈവർ കം സ്റ്റാഫിനുള്ള ബെഡ്റൂമാണ്. സ്പൈസസ് പാർക്ക് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. അത് മാത്രമല്ല, നിങ്ങൾ ഇതുവരെ കണ്ടതുപോലെ ധാരാളം ഫ്രൂട്ട്സ്, പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. ഈ മാംഗോസ്റ്റീൻ തന്നെ നോക്കിക്കേ, നിറയെ മാംഗോസ്റ്റീൻ നമുക്ക് കാണാൻ സാധിക്കും. വൈ ഐ ഇൻട്രൊഡ്യൂസ് ദിസ് പ്രോപ്പർട്ടി ആസ് സ്പൈസസ് പാർക്ക് മീൻസ് ഒരിടത്ത് തന്നെ ഓൾ ദ സ്പൈസസ് ഓഫ് ദ ലെജൻഡറി സ്പൈസ് കോസ്റ്റ് ഓഫ് ഇന്ത്യ, ജാതിക്ക, അരക്കനട്ട്, കോഫി, പെപ്പർ, കാർഡമം, സിനമൺ, വാനില എല്ലാം ഈ പ്രോപ്പർട്ടിയുടെ ഭാഗമായി തന്നെയുണ്ട്. ഇത്രയും കണ്ടതിൽ നിന്ന് തന്നെ ഇതൊരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് തന്നെ പറയാം അല്ലേ. പ്രത്യേകിച്ച് ഒന്നും വെച്ച് പിടിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാം വന്ന് കണ്ട് തൊട്ടറിഞ്ഞ് ഭക്ഷിക്കാം. സോ ഇനിയാണ് നമ്മൾ ലക്ഷറിയിലേക്ക് പോകാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ കാണാൻ പോകുന്നത് ആർക്കിടെക്ട് ഡിസൈൻഡ് വില്ലയാണ്, which is having a 3058 square feet. അതിന്റെ അകത്തളം കാഴ്ചകളിലേക്ക് പോകാം. ദിസ് ഈസ് എ പ്രീമിയം വില്ല. അണ്ടർനീത്തില് ഒരു ഫാം ഹൗസ് ഉണ്ട്. ഇവിടെ മൊത്തത്തിൽ 3 ബെഡ്റൂമാണ്. ഇതിന്റെ എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും വലിയൊരു ഇമ്പാക്റ്റ് ഉള്ളത് ഈ കരിങ്കല്ല് തന്നെയാണ്. ഈ കാർപോർച്ചിന്റെ ഫ്ലോറിലും കരിങ്കല്ലാണ്. പൂമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. 2 ഭാഗത്തും ലോങ് വിൻഡോസ്, ബാക്കിലായി മനോഹരമായ ഡോർ. ഇതിന്റെ റൈറ്റ് കോർണറിലായിട്ട് ഒരു റൂം ഉണ്ട്. അത് ലിവിംഗ് സ്പേസിൽ നിന്ന് ആക്സസ് ഉണ്ട്. നമുക്ക് അകത്തളത്തിലേക്ക് നീങ്ങാം. ലിവിംഗ് കം ഡൈനിങ് സ്പേസ് ആണിത്. ഡിസൈൻ ആൻഡ് ലേഔട്ട് ഈസ് സംതിങ് അമേസിങ്. വാക്കുകൾക്കപ്പുറം. ഈ ഒരു വോള് കംപ്ലീറ്റ്ലി വെളി കണ്ടതുപോലെ കരിങ്കല്ല് വെച്ചാണ് തീർത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഈ കാണുന്ന ഓരോ അറേഞ്ച്മെന്റ്സും ഓരോന്നിനെയും പ്ലേസ് ചെയ്തിരിക്കുന്നത് എത്രത്തോളം എസ്തെറ്റിക്കലി ആണ്. ഫർണിഷിംഗ് നോക്കിയാൽ കംപ്ലീറ്റ്ലി ടീക്വുഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റഡ് ഭാഗമാണ് ഈ കാണുന്ന എലിവേഷൻ, അല്ലെങ്കിൽ ഈ ടഫ് ആൻഡ് ഗ്ലാസ് വരുന്ന ഈ പാർട്ട്. ഈ പാർട്ടിൽ നിന്ന് കാണുന്ന വിദൂരതയിൽ കാണുന്ന വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. ഈ നിൽക്കുന്ന ജാതിക്ക അടക്കം എല്ലാം ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളിൽ, ഈ 3 ഏക്കറിന് ഉള്ളിലുള്ള കാഴ്ചകളാണ്. ടോട്ടലി 3 ബെഡ്റൂമുകളാണ് വരുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ സിറ്റൗട്ടിന്റെ ഭാഗത്ത് കണ്ടു, അതാണ് ഈ ബെഡ്റൂം. ഇത് കൂടാതെ 2 സ്പേഷ്യസ് ബെഡ്റൂമുകൾ വിത്ത് ഓൾ മോഡേൺ അമ്യൂണിറ്റീസ് ആൻഡ് ഫിറ്റിംഗ്സ്. റൂമിന്റെ ഓവറോൾ ലേഔട്ട്, വിഷ്വൽ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അത്രത്തോളം സ്പേഷ്യസുമാണ്. ഒരു കോർണറിൽ കംപ്ലീറ്റ്ലി വാർഡ്രോബ് ഉണ്ട്. എൽ ഷേപ്പിൽ ലോങ് ആയിരിക്കുന്ന ബാൽക്കണി. ആ ബാൽക്കണി നമ്മൾ സെന്ററിൽ നിന്ന് കണ്ടതുപോലെ തന്നെ ലോങ് ആയിരിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ പശ്ചാത്തലം, അതുകൂടാതെ സ്ട്രീംസ്, ബാക്കി ട്രീസ് എല്ലാം ഇവിടെ നിന്ന് നമുക്ക് വിഷ്വൽ ഇമ്പാക്റ്റ് തന്നെ ലഭിക്കുന്നുണ്ട്. ഒരു പ്രീമിയം ഹോട്ടലിലെ അറ്റാച്ച്ഡ് ബാത്റൂം പോലെ തന്നെ എല്ലാവിധമായ അമ്യൂണിറ്റീസും ഫെസിലിറ്റീസും ഉള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ, സെപ്പറേഷൻ ആൻഡ് എവറിത്തിങ് excellently maintained. We are entering to the beautiful area. ലോങ് ആയിരിക്കുന്ന ബാൽക്കണി. ആ ബാൽക്കണി ഏരിയയിൽ നിന്നുള്ള മൗണ്ടൻ വ്യൂ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ റൂം കണ്ടു. ഇതാണ് ലിവിംഗ് സ്പേസിൽ നിന്നുള്ള ആക്സസ്. ആ റൂമാണ് ഈ കാണുന്നത്. വാർഡ്രോബ് ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ആണ്, എയർ കണ്ടീഷണർ ആണ്, ഡബിൾ ബെഡഡ് റൂമാണ്. നമ്മൾ കണ്ട സ്പേഷ്യസ് ബെഡ്റൂമിന്റെ ഡിക്റ്റോ വേർഷൻ ആണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ കാണുന്നത്. സ്പേഷ്യസ് ആയിരിക്കുന്ന ബെഡ്റൂം, അതേ സ്പെക്കില്, അതേ ഡയമെൻഷനില് നേരത്തെ കണ്ടതുപോലെ സെയിം ആയിരിക്കുന്ന ബാത്റൂം വിത്ത് ഓൾ അമ്യൂണിറ്റീസ്, വാർഡ്രോബ്, ലോങ് ആയിരിക്കുന്ന ബാൽക്കണി ഏരിയ. 2 റൂമിലെ 2 ബാൽക്കണിയിൽ നിന്ന് 2 ദിശകളിലെ കാഴ്ചകളും വരുന്നുണ്ട്. എന്നാൽ സെൻട്രൽ പോർഷനിൽ വരുമ്പോൾ ഇതെല്ലാം കൂടി നേരെ ഒരു 360 ഡിഗ്രി വൈബാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്നാണ് ഈ കാണുന്ന വാഷ് ബേസിൻ യൂണിറ്റ്. അവിടെ നിന്ന് കിച്ചൺ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. മോഡുലാർ കിച്ചൺ ആണ് വിത്ത് ഓൾ മോഡേൺ അമ്യൂണിറ്റീസ്.
സഫീഷ്യന്റ് ആയിരിക്കുന്ന ഷെൽഫുകളും എല്ലാം ചേർന്ന കിച്ചൺ ഏരിയ ആണ്. ഈ കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാം തന്നെ ഇവിടെ നിന്ന് തന്നെ 3 acre ഓഫ് ലാൻഡിൽ തന്നെ ലഭിക്കുന്നു. സ്പൈസസ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ആൻഡ് എവറിത്തിങ് ഓവർ ഹിയർ ചേർന്ന് തന്നെ വർക്ക് ഏരിയ വരുന്നുണ്ട് വിത്ത് ഓൾ ബേസിക് അമ്യൂണിറ്റീസ്. ഈ സ്റ്റെപ്സ് ഇറങ്ങി വരുമ്പോൾ അങ്ങ് എക്സ്ട്രീം എന്നുള്ള സർപ്രൈസ് ഉണ്ട്, അതിലേക്ക് പോകാം. അതിനു മുമ്പായി ചുറ്റിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം മുതൽ പറയുന്നത് പോലെ ട്രീസ്, സ്പൈസസ് എല്ലാം മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നിൽക്കുന്നു. മെയിൻലി ഞാൻ പറഞ്ഞതുപോലെ ജാതിക്കയാണ് ഇവിടുത്തെ മെയിൻ പ്ലാന്റേഷൻ. ആ ജാതിക്ക നിൽക്കുന്ന ഭാഗത്തെല്ലാം പൈപ്പ്ഡ് ഇറിഗേഷൻ സംവിധാനമുണ്ട്. ഈ കാണുന്ന അരുവിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് ഓഫ് ദിസ് പ്രോപ്പർട്ടി. മോസ്റ്റ് മോഡേൺ അമ്യൂണിറ്റിയായ സ്വിമ്മിംഗ് പൂൾ ഒന്നും ഈ പ്രോപ്പർട്ടിക്ക് അവകാശപ്പെടാനില്ലെങ്കിലും ദിസ് ഈസ് എ പ്യൂർ ഫോം ഓഫ് വാട്ടർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വാഗമൺ ഈസ് എ ഫാസ്റ്റ് ഗ്രോയിങ് ഡെസ്റ്റിനേഷൻ. വാഗമൺ ഇത്ര അടുത്തായി ഒറ്റ സ്ട്രെച്ചിൽ 3 acre പ്രൊഡക്റ്റീവായ സ്ഥലം ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഈ പ്രോപ്പർട്ടിയുടെ അനന്തമായ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് റിസർച്ച് ചെയ്യുന്നവർക്ക്, എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. അണ്ടർനീത്തിലെ ഫാം ഹൗസ് ആണിത്. അതിന് മുമ്പിലായുള്ള ഏരിയയിൽ ഓൺ സ്പോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതിക്ക വീണുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് സെർവന്റ് എടുത്തുകൊണ്ട് വന്ന് ഇവിടേക്ക് തന്നെ ഡിഫറെന്റ് പ്രൊസീജിയറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണക്കാൻ വേണ്ടിയുള്ളത്. ഫാം ഹൗസ് ആണ്, ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ പ്രൈം സ്പോട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും അരുവിയിൽ നിന്നുള്ള കാഴ്ചകളും അരുവിയുടെ ഓളങ്ങളുമാണ്. കൂടാതെ പലതരത്തിലുള്ള പക്ഷികളുടെ സൗണ്ടുകൾ. എന്നെ തലോടുന്നത് അത്ര സുന്ദരമായ കാറ്റാണ്. ഇതിനപ്പുറത്തേക്ക് പ്രോപ്പർട്ടിയെ പറ്റി വർണ്ണിക്കാനായി വേറെ വാക്കുകളില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 3 acres ഓഫ് കേണൽസ് റിട്രീറ്റ് ലാൻഡ് ആണ് ഓപ്പൺ ഫോർ സെയിൽ. എന്നാൽ ഈ പ്രോപ്പർട്ടി ഉൾപ്പെടെ ഒരു 10 acre ഓഫ് ലാൻഡ് ഇതിനോട് ചുറ്റപ്പെട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് റോഡാണ്. അതിൻ്റെ റൈറ്റ് കോർണറിലായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡെവലപ്ഡ് ജംഗിളാണ്. ഈ ജംഗിളിനകത്ത് സത്യത്തിൽ എല്ലാവിധമായ ഫലവൃക്ഷങ്ങളും ഉണ്ട്. മൂല്യമുള്ള, അതായത് തേക്ക്, ആഞ്ഞിലി, മഹാഗണി, ചന്ദനം എന്ന് വേണ്ട എല്ലാ തരത്തിലും സമ്പന്നമായ ഒരു വൃക്ഷലതാദികളുള്ള ക്രിയേറ്റഡ് ജംഗിളാണ്. ഇതുപോലെ തന്നെ നമ്മുടെ NH-14 ഓരത്തായി വീണ്ടും ഒരു 5 acre സ്ഥലമുണ്ട്. പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അനന്തമായ സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. ദിസ് ഈസ് ദ ഏരിയൽ ഷോട്ട്. നമ്മുടെ ആ ഡെവലപ്ഡ് ജംഗിൾ എന്നതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള വൃക്ഷലതാദികളും ഉൾക്കൊള്ളുന്ന പ്രോപ്പർട്ടി തന്നെയാണ് കേണൽസ് റിട്രീറ്റും. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തേക്ക്, ആഞ്ഞിലി, മഹാഗണി അടക്കം എല്ലാ തരത്തിലുള്ള മരങ്ങളും സമ്പന്നമാണ്. സ്പൈസസ് കണ്ടു, ട്രീസ് കണ്ടു, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആണ്, ഇടമാണ്. നമ്മൾ നേരത്തെ കണ്ട അരുവിയുടെ ഏരിയൽ ഷോട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൗണ്ടൈൻ സ്ട്രീം വിത്ത് റോക്ക് പൂൾ അഡ്ജോയിനിങ് 150 meters along side property with step access. അതുപോലെ വേറൊരു പ്രത്യേകതയാണ് പെരിനിയൽ ഫ്രഷ് സ്പ്രിംഗ് വാട്ടർ സോഴ്സ് ഉണ്ട് വിത്തിൻ ദ പ്രോപ്പർട്ടി with ample supply to meet estate need. എസ്റ്റേറ്റിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉതകുന്ന തരത്തിൽ വെള്ളത്തിന്റെ എല്ലാവിധമായ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. വൺ ഓഫ് ദ ടോപ്പ് ക്ലാസ് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സെന്റർ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള പ്രോപ്പർട്ടിയാണ് കേണൽസ് റിട്രീറ്റ്. അതുമല്ലെങ്കിൽ ഒരു ഹൈടെക് മോഡേൺ ഫാം. കേണൽസ് റിട്രീറ്റ് ഈസ് എ ലേബർ ഓഫ് ലവ് for the Colonel and his wife who envisaged the project. So don't miss this golden opportunity. 3058 square feet വരുന്ന പ്രീമിയം വില്ല ഉൾപ്പെടുന്ന ഈ 3 acres ഓഫ് ലാൻഡ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.